بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പ്രത്യേകം ഉണർത്തുന്നു. പഠിച്ച വിജ്ഞാനമനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും ആത്മാർത്ഥതയോടെ ഇൽമ് സംഭരിക്കാനും എല്ലാവരും ശ്രമിക്കണമെന്നും നസീഹത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഇൽമിൻ്റെ മജ്ലിസുകളിൽ ഇഖ്ലാസോടെ സംബന്ധിക്കാനും ആ ഇൽമ് പ്രചരിപ്പിക്കുവാനുമുള്ള ശേഷിയും കരുത്തും അറിവും നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം വളരെ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രമാകുന്നു. ഇൽമു അൽ മവാരീസ് അല്ലെങ്കിൽ ഇൽമുൽ ഫറായിദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ മഹാത്മ്യമേറിയ ഒരു ശാസ്ത്രമാണ് നാം പഠിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. ഈ മഹത്വമേറിയ അറിവ് ഈ പുണ്യമണ്ണിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയും ഏറെയാണെന്ന് നാം മനസ്സിലാക്കണം. വലിയൊരു ഭാഗ്യമാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ഈ പുണ്യമണ്ണിൽ മദീനത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പട്ടണത്തിൽ വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് ഈ ശുദ്ധമായ യാതൊരു കളങ്കവുമില്ലാത്ത വിജ്ഞാനം നമുക്ക് പഠിക്കാൻ സാധിച്ചതിൽ എല്ലാവരും ഹൃദയപൂർവം അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയും അത് പ്രവർത്തനത്തിലൂടെ പ്രകടമാകുകയും വേണമെന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ശുക്ർ എന്ന് വെച്ചാൽ, നന്ദി എന്ന് വെച്ചാൽ കേവലം നാവുകൊണ്ട് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ശുക്ർ എന്ന് വെച്ചാൽ അത് നാവുകൊണ്ടും ഹൃദയം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് ശുക്ർ. ഇഅ്മലു ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇഅ്മലു ആല ദാവൂദ ശുക്ര. ദാവൂദിൻ്റെ കുടുംബമേ, നിങ്ങൾ നന്ദി പ്രവർത്തിച്ച് കാണിക്കുക. ഇഅ്മലു. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ശുക്ർ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആവുന്നത് പോലെ തന്നെ പ്രവർത്തനം മുഖേനയും സംഭവിക്കുമെന്ന് ഈ ആയത്ത് തെളിവാകുന്നു. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാം ഇൽമുൽ മവാരിസിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച പ്രധാന പോയിന്റുകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. നമുക്കറിയാം, ഒന്നാമത്തെ നോട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ശാസ്ത്രം ഇൽമ് വിവരിക്കുന്ന ഭാഗങ്ങളാണ് നാം ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചത്.
ഇൽമുൽ മവാരിദ് ഖുർആനിൽ വിവരിക്കപ്പെടുന്നത് എത്ര ആയത്തുകളിലൂടെയാണ്? 3 ആയത്തുകളിലൂടെ. സൂറത്തുൻ നിസായിലെ 11, 12, പിന്നീട് 176 ആയത്ത് എന്ന് പറയുമ്പോൾ സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്ത്. ഇതാണ് 3 ആയത്തുകൾ. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. അള്ളാഹു നിങ്ങളുടെ സന്താനങ്ങളെ സംബന്ധിച്ച് വസിയത്ത്, നിർദ്ദേശം നൽകുന്നു. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ആണിന് 2 സ്ത്രീകളുടെ അവകാശമാകുന്നു. فإن كن نساء فوق 2 فلهن ثلثا ما ترك. അവർ 2-ൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ആ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 3-ൽ 2 ഭാഗമാണുള്ളത്. وإن كانت واحدة فلها النصف. ആ പെൺകുട്ടി, ആ മരിച്ച ആളുടെ പെൺകുട്ടി, പെൺമകൾ ഒരുത്തിയാണെങ്കിൽ, ഒരു മകൾ മാത്രമേ അയാൾക്കുണ്ടെങ്കിൽ അവൾക്ക് പകുതി അവകാശമാകും. അപ്പോൾ 1-ൽ കൂടുതലുണ്ടെങ്കിൽ 2 അവകാശം. 2 അവകാശം എന്ന് പറയുമ്പോൾ 3-ൽ 2 ഭാഗം. ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്വത്തിൻ്റെ പകുതി അവകാശം. ഖുർആനിൽ ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ആയത്തിൻ്റെ തഫ്സീൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയതാണ്, 2-ഓ 2-ൽ കൂടുതലോ ആണെങ്കിൽ സ്വത്തിൻ്റെ 3-ൽ 2 ഭാഗമാണ് അവകാശപ്പെടുന്നത്. വലി അബവൈഹി, മക്കളുടെ കാര്യം പറഞ്ഞതിന് ശേഷം, അപ്പോൾ മക്കൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണെങ്കിലോ അപ്പോഴാണ് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന ആയത്ത് നമ്മൾ അവിടെ പ്രാവർത്തികമാക്കേണ്ടത്. അതായത് മരിച്ച ആൾക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ എത്ര ഓഹരിയാക്കി തിരിക്കാം? 3 ഓഹരിയാക്കി തിരിക്കാം. ആൺകുട്ടിക്ക് എത്ര ഓഹരി? 2 ഓഹരി. പെൺകുട്ടിക്ക് 1 ഓഹരി. അപ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ പിന്നീട് അകന്ന ബന്ധുക്കളൊക്കെ അതോടെ തടസ്സപ്പെടും. മനസ്സിലായില്ലേ? അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കിയുള്ള ആയത്തുകളുടെ വിശദീകരണത്തിൽ പഠിക്കുന്നതാണ്. അതായത് ആൺകുട്ടി ഉണ്ടാവുമ്പോൾ പിന്നീട് പേരമക്കൾ, സഹോദരന്മാർ, ഇതുപോലെയുള്ള കുടുംബാംഗങ്ങൾക്ക് സ്വത്തിൻ്റെ അവകാശം നൽകപ്പെടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ നോട്ടിൽ ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ വ്യക്തമാകുന്നു. فإن لم يكن ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد. മരിച്ച ആൾക്ക് മകനുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ, മാതാപിതാക്കൾക്ക് ലികുല്ലി വാഹിദിൻ മിൻഹുമ, അവരിൽ ഓരോരുത്തർക്കും സ്വത്തിൻ്റെ 1/6 അവകാശം. ഇനി മക്കളില്ലെങ്കിലോ ഉമ്മാക്ക് സ്വത്തിൻ്റെ 3-ൽ 1. ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ, എന്നാൽ മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി അസ്സുദുസ്, ഉമ്മാക്ക് എത്രയാണ്? സ്വത്തിൻ്റെ 1/6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പല ഉദാഹരണങ്ങളും എഴുതിക്കൊണ്ട് കാര്യങ്ങൾ പഠിച്ചതാണ്. ഒരു ഉദാഹരണം എഴുതുന്നു. ഇപ്പോൾ ബോർഡിൽ എഴുതപ്പെട്ട ഈ ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു മകളുമുണ്ട്, ഒരു മകനുമുണ്ട്. അപ്പോൾ എത്ര ഓഹരിയാക്കി തിരിക്കാം? 3 ഓഹരി. ഇതവിടെ 3 ഓഹരിക്ക് തിരിക്കാം. മകൾക്ക് എത്രയാണ്? 1, മകന് 2. ഇതിന് തെളിവ് എന്താണ്? ആരോ പറയാം. ഈ ഓഹരി ക്രമത്തിന് തെളിവ് പറയാനാണ് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞാൽ പുരുഷന്, ആണിന് 2 പെണ്ണിൻ്റെ 2 സ്ത്രീകളുടെ അവകാശമാണ് ഉള്ളത്.
ജസാക്കല്ലാഹ് ഖൈർ. ശരി, അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ 3 ഓഹരി. ഇനി വേറൊരു ഉദാഹരണം ഒരു മകൾ ഒരു ഉപ്പ, അതായത് പിതാവ്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച കാര്യമനുസരിച്ച് എങ്ങനെയാണ് ഓഹരി ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ഉദാഹരണം, മരിച്ച ആൾക്ക് ഒരു മകളും ഉണ്ട്, ഒരു ഉപ്പയും ഉണ്ട്. ഇതിൻ്റെ അവകാശം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ആരാണ് ഉത്തരം പറയാ? പറഞ്ഞോളി. മകൾക്ക് എത്രയാണ്? പകുതി അവകാശം. ഉപ്പാക്കോ? ബാക്കി മാത്രമാണോ? എങ്ങനെയാണ് അതിന്റെ രീതി? ആരാ പറയാ? പറയുമ്പോ ഉത്തരം പറയുമ്പോ ഒന്ന് കൈ വെക്കണം, കാരണം എന്താണ് കൃത്യം മനസ്സിലാക്കാൻ വേണ്ടി. തഅസീബ് എന്ന് പറഞ്ഞാൽ ബാക്കി എന്നർത്ഥം. അപ്പൊ ചോദ്യം ബാക്കിയാണോ അതല്ല നിശ്ചിത കണക്കുണ്ടോ? എന്താണ് അതിന്റെ ക്രമം? 1/6. ഉപ്പാക്ക് 1/6 അവകാശം. തഅസീബ് എന്ന് വെച്ചാൽ നിശ്ചിത കണക്ക് പ്രകാരമല്ലാത്ത അവകാശം. നിശ്ചിത കണക്ക് പ്രകാരം അള്ളാഹു അത് കൃത്യമായി അതിന് കണക്ക് ഖുർആനിൽ ഉദ്ധരിക്കുകയാണെങ്കിൽ അതിനെന്താ പറയാ? ഫർദ് അല്ലേ? നിശ്ചിത കണക്ക് പ്രകാരമുള്ള സ്വത്തോഹരിക്കാണ് അല്ലെങ്കിൽ അവകാശത്തിനാണ് ഫർദ് എന്ന് പറയാം. കണക്ക് പ്രകാരമല്ലാതെ ഏറ്റവും ബാക്കിയുള്ള സ്വത്തിന്റെ അവകാശം ഏറ്റവും അടുത്ത പുരുഷൻ എന്ന് പറഞ്ഞല്ലോ ഹദീസില്, ആ രീതിയിലുള്ള സ്വത്തവകാശത്തിനാണ് എന്ത് പറയാ? തഅസീബ് എന്ന് പറയുക. തഅസീബ് ഇത് പഠിച്ചതാണ്, കഴിഞ്ഞ നോട്ടിലൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ പറഞ്ഞു വരുന്നത് മകള് ഉപ്പ, മകൾക്ക് എത്രയാണ്? നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി അവകാശമാണ്. എന്താണ് ഇതിന് തെളിവ്? മകൾക്ക് സ്വത്തിന്റെ പകുതി അവകാശമാണ് തെളിവ്. നമ്മൾ കണ്ടോ, ഈ ഉദാഹരണം എഴുതും, തെളിവ് പഠിക്കും. അങ്ങനെയാണ് അനന്തരാവകാശം ശരിയ രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നമ്മുടെ ഉദ്ദേശം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരാകുന്നല്ല, ഇതിന്റെ അനന്തരാവകാശ വിഷയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചിരിക്കുക. ആരാ പറഞ്ഞത് തെളിവ്? എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ കൈമുമ്പിലുള്ള കൈവശമുള്ള നോട്ടുകളിൽ ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകപ്പെട്ട 1ാമത്തെ നോട്ടിൽ തെളിവുണ്ട്. ഒന്നാമത്തെ നോട്ട് ഇതർത്ഥം പെൺകുട്ടി ഒറ്റക്കാണെങ്കിൽ, ഒറ്റ മകളാണെങ്കിൽ അവൾക്ക് എത്ര അവകാശം? പകുതി അവകാശം. നിസ്ഫ് വഇൻ കാനത്, അവൾ ആണെങ്കിൽ, വാഹിദതൻ ഒറ്റയാണെങ്കിൽ, ഫലഹ അൻ-നിസ്ഫ്. ഇനി ഉപ്പാന്റെ അവകാശത്തിൽ പറഞ്ഞത് നമ്മൾ സുദുസ്. അതെ, അതായത് 1/6. സുദുസ് എന്ന് വെച്ചാൽ 1/6. ഇതിന് തെളിവ് എന്താണ്? പറഞ്ഞോളി. വലി അബവൈഹി, ഈ ആയത്തിൽ തന്നെ വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. ഇതാണ് തെളിവ്. മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും മകൻ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് 1/6, സ്വത്തിൽ 1/6 അവകാശം. എന്താണ് നിബന്ധന? ഇൻ കാന ലഹു വലദ്, ഈ മരിച്ച ആൾക്ക് എന്തുണ്ടെങ്കിൽ? സന്താനമുണ്ടെങ്കിൽ. ഇവിടെ സന്താനമുണ്ടോ? ഉണ്ട്. അത് മകളായാൽ മതി. സന്താനമുണ്ടായതുകൊണ്ട് 1/6. ഇനി വേറെ മസല എന്താണ്? അതായത് മകൾക്ക് പകുതി എന്ന് പറയുമ്പം ഇവിടെ എത്ര? 6 അല്ലേ? പകുതിയും. അപ്പോൾ 6 ഓഹരിയാക്കി തിരിക്കാം. അങ്ങനെ ആകുമ്പോൾ മകൾക്ക് എത്രയാണ്?
3 അല്ലേ? 3. 6 പറയുമ്പോഴോ ഉപ്പാക്ക് എത്രയാണ്? 1. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 2 അവകാശം. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതും പിതാവിലേക്കാണ് പോകേണ്ടത്. എന്താ കാരണം? അവിടെയാണ് ഏറ്റവും അടുത്ത പുരുഷന്, കുടുംബബന്ധമുള്ള പുരുഷന് ബാക്കി പോകട്ടെ എന്ന് സഹീഹായ ഹദീസ് വന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തഅസീബ് വരേണ്ടത്. അതായത് ബാക്കി ഉപ്പാക്ക്. അപ്പോൾ ഉപ്പാക്ക് ഇവിടെ ഈ മസ്അലയിൽ ഫർദും ഉണ്ട്, തഅസീബും ഉണ്ട്. ഫർദ് എന്ന് വെച്ചാൽ നിശ്ചിത കണക്ക് പ്രകാരമുള്ള ഓഹരി. അതെന്താണ്? സുദുസ്. എന്താ നിശ്ചിത കണക്ക് പ്രകാരമുള്ള ഓഹരി പറഞ്ഞാൽ അതിനെ പറയാം ഫർദ് എന്ന്. എന്താ ഫർദ് പറയാൻ കാരണം? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ തെളിവ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മക്കൾ ഉണ്ടെങ്കിൽ, ഒരു മകളുണ്ട്, അപ്പോൾ ഈ ഉപ്പാക്ക് 6 ഇനി ബാക്കി ഉണ്ടെങ്കിലും ഉപ്പാക്ക് തന്നെയാണ്. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ള സ്വത്ത് ഏറ്റവും അടുത്ത പുരുഷന് പോകട്ടെ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി فإن لم يكن له ولد وورثه أبواه فلأمه الثلث. ഇനി മക്കളില്ലെങ്കിൽ, മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ ബാക്കിയുള്ള സ്വത്ത് ആരാണ് അവകാശപ്പെടുന്നത്? മാതാപിതാക്കൾ. അത് മാതാപിതാക്കൾ ഉണ്ടാവുകയും മക്കളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മാക്ക് എത്രയാണ് അവകാശം? ഉമ്മാക്ക് 1/3 അവകാശം. ബാക്കിയുള്ളതോ ഉപ്പാക്കാണ് പോകേണ്ടത്. ഉപ്പാനെ കണക്ക് ഇവിടെ ഈ വിഷയത്തിൽ ഉപ്പാക്ക് നിശ്ചിത കണക്കില്ല. അതിനർത്ഥം ബാക്കി അവകാശം ഉപ്പാക്ക് നൽകപ്പെടേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ അൽ മസ്അലതാനിൽ ഉമരിയതാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ആ 2 വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം പഠിച്ചത്. അത് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ 2 വിഷയങ്ങൾ, 2 മസ്അലകൾ എന്ന് പഠിച്ചു. എപ്പോഴാണത്? ഒരു ഉമ്മയും ഉപ്പയോടൊപ്പം ഭാര്യയോ ഭർത്താവോ ഉണ്ടാകുമ്പോഴാണ് ഈ 2 വിഷയങ്ങൾ വരുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ പഠിച്ചു, ഈ 2 ഉമർ ഖത്താബിന്റെ മസ്അലകളിൽ ഉമ്മാക്ക് ബാക്കിയുള്ള സ്വത്തിന്റെ, അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും നൽകിയതിന് ശേഷം ബാക്കിയുള്ള സ്വത്തിന്റെ 1/3 അവകാശം. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായും മക്കളില്ല. അങ്ങനെയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോട്ടിൽ പഠിക്കുന്നതാണ് ഭർത്താവിന് എത്രയാണ് നൽകപ്പെടുന്നത്. മക്കളില്ലെങ്കിൽ ഭർത്താവിന് നൽകപ്പെടുന്നത് പകുതി അവകാശം. പഠിക്കും ഇൻഷാ അല്ലാഹ്, ഇന്നത്തെ ആയത്തിൽ പഠിക്കും. ഭാര്യക്കോ? ഭർത്താവ് മരിച്ചു, മക്കളില്ല, ഭാര്യയുണ്ട്. ഭാര്യക്ക് എത്രയാണ്? 4/1. ഇനി മക്കളുണ്ടെങ്കിലോ ഭാര്യക്ക് 8/1. തിരിച്ചാണെങ്കിലോ മക്കളുണ്ട്, ഭർത്താവിന് എത്ര നൽകപ്പെടുന്നത്? അവിടെ അല്ല, പകുതി മക്കളില്ലെങ്കിൽ. മക്കളുണ്ടെങ്കിലോ 4/1. ഇതൊക്കെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫൈൻ കാന ലഹു ഇഖ്വത്തുൻ ഫലി ഉമ്മിഹി സുദുസ്. ഈ സഹോദരന്മാരുണ്ടെങ്കിലോ, മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിലോ ഫലി ഉമ്മിഹി അസ്സുദുസ്. ഉമ്മാക്ക് എത്രയാണ്? 6/1. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഇൻഷാ അല്ലാഹ് ഇനിയും ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കും. നമ്മൾ വായിക്കേണ്ട നോട്ടാവുന്നു നമ്പർ 4, 4ാമത്തെ നോട്ടാണ്. ഇതിന് ആയത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
بسم الله الرحمن الرحيم ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار മുദാർ 6 ഹറക്കത്തായി ദീർഘിപ്പിക്കേണ്ടതാണ്. മിൻ ബഅദി വസിയ്യതി യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുദാർ വസിയ്യതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹലീം. ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആയത്തിന്റെ ബാഹ്യാർത്ഥം നാം മനസ്സിലാക്കേണ്ടതാണ്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൽ ലഹുന്ന വലദ്. വലക്കും നിങ്ങൾക്ക് അവകാശമാകുന്നു. നിസ്ഫു മാ തറക അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ പകുതി അവകാശം നിങ്ങൾക്കാകുന്നു. ഇതാരോടെ പറയുന്നത്? ഭർത്താക്കന്മാരോട്. എന്താണ് എൻ്റെ നിബന്ധന? ഇല്ലം യകുൽ ലഹുന്ന വലദ്. ആ ഭാര്യമാർക്ക് എന്തുണ്ടാകാൻ പാടില്ല? സന്താനം ഉണ്ടാകാൻ പാടില്ല. ഫഇൻ കാന ലഹുന്ന വലദുൻ സന്താനമുണ്ടെങ്കിലോ
ഫലകുമുർ റുബഉ മിമ്മാ തറക്തു, നിങ്ങൾക്ക് സ്വത്തിൻ്റെ 4/1 അവകാശം. ഇപ്പം മക്കൾ ഇല്ലെങ്കിൽ പകുതി അവകാശവും ഭർത്താവിന്, മക്കൾ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പകുതി, അല്ല ഇല്ലെങ്കിൽ പകുതി, ഉണ്ടെങ്കിലോ 4/1. മിൻ ബഅദി വസിയ്യതി യൂസീന ബിഹാ ഔ ദൈൻ, അതായത് ഭാര്യമാർ നൽകിയ വസിയ്യത്തും കടബാധ്യതയും കഴിച്ചിട്ടാണ് ഈ സ്വത്ത് ഭാഗിക്കേണ്ടത്. മിൻ ബഅദി വസിയ്യത്തിൻ, വസിയ്യത്തിന് ശേഷവും ദൈനിന് ശേഷവും. ഇവിടെ നമ്മൾ പഠിച്ചു, ഇൻഷാല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും ഈ നോട്ടിലും പഠിക്കും. ഇവിടെ പദത്തിൻ്റെ ഘടന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വസിയ്യത്തിന് ശേഷമാണ് ദൈൻ വന്നത്. പക്ഷെ അതൊരു ഒരു ക്രമമായിട്ട് തർത്തീബായിട്ട് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഏകോപിച്ചിരിക്കുന്നു, വസിയ്യത്തിന് മുമ്പ് മുൻഗണന നൽകേണ്ടത് ഏതിനാണ്? ദൈനിനാണ്. കടത്തിന് ശേഷമാണ് പ്രാധാന്യം വസിയ്യത്തിന്, അതിനുശേഷമാണ് സ്വത്ത് ഓഹരി ചെയ്യേണ്ടത്. വലഹുന്ന റുബഉ മിമ്മാ തറക്തും. വലഹുന്ന, ഇവിടെ വലക്കു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പുരുഷന്മാരെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞത്, അതായത് ഭർത്താക്കന്മാരെ. വലഹുന്ന ഇവിടെ സ്ത്രീലിംഗമാണ്. ആ സ്ത്രീകൾ, ആരാ ഉദ്ദേശം? ആ ഭാര്യമാർ. വലഹുന്ന റുബഉ, അവർക്ക്, അതായത് ഭാര്യമാർക്ക് അവകാശമാകുന്നു. അർ റുബഉ, സ്വത്തിന്റെ 4/1. മിമ്മാ തറക്തും, നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 4/1 അവർക്ക് അവകാശമാകുന്നു. ഏത് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ? ഇല്ലം യകുൽ ലക്കും വലദ്, നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ ഭാര്യമാർക്ക് സ്വത്തിന്റെ 4/1. ഫഇൻ കാന ലക്കും വലദുൻ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ, ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും, ഭാര്യമാർക്ക് സ്വത്തിന്റെ 8/1 അവകാശം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പല ഉദാഹരണ സഹിതം വ്യക്തമാക്കിയ കാര്യമാണ്, ഇപ്പോൾ അതിന് തെളിവാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ 4 കാര്യങ്ങൾ ചുരുക്കി തരാൻ പറയാം. ചോദ്യം എന്ന് വെച്ചാൽ, ഈ ആയത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ, ഇതിനെ ചുരുക്കി ഈ 4 സംഗതികൾ പറഞ്ഞു തരാൻ. ഭാര്യ പ്രത്യേകിച്ച് പോയ സമ്പത്തിന് ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി അവകാശം. ഇനി ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് 4/1. ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ, സന്താനമുണ്ടെങ്കിൽ ഭർത്താവിന് സ്വത്തിന്റെ 4/1. ഈ ഭർത്താവ് സമ്പത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മക്കൾ ഇല്ല എങ്കിൽ ഭാര്യക്ക് 4/1. അതെ, മക്കളില്ലാത്ത ഭർത്താക്കന്മാർ മരിച്ചു പോയാൽ ഭാര്യമാർക്ക് എത്രയാണ്? 4/1. ഇനി അദ്ദേഹത്തിന് മക്കളുണ്ടെങ്കിൽ അഹ്സൻത്. ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ ഭാര്യക്ക് 8/1 അവകാശം. അപ്പം 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നുകിൽ പകുതി അവകാശമോ, അതായത് ഭാര്യയുടെ സ്വത്തിന്റെ പകുതി അവകാശമോ, അല്ലെങ്കിൽ 4/1 അവകാശം. മക്കളുണ്ടെങ്കിൽ 4/1, മക്കളില്ലെങ്കിൽ പകുതി അവകാശം. ഭാര്യക്ക് എത്ര അവകാശം? അതെ, ഭാര്യക്ക് ഒന്നുകിൽ അതായത് 4/1 അല്ലെങ്കിൽ 8/1 അവകാശം. എപ്പോഴാണ് 4/1? മക്കൾ ഇല്ലെങ്കിൽ. മക്കളുണ്ടെങ്കിലോ സ്വത്തിന്റെ 8/1. ഇതാണ് ഈ ഇത്രയും വായിച്ച ആയത്തിന്റെ ആകത്തുക. മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ, ഇതും ഭാര്യമാർക്ക് നൽകപ്പെടണമെങ്കിൽ ഏതിനു ശേഷമായിരിക്കണം? വസിയ്യത്ത്, കടബാധ്യത ഒക്കെ കഴിച്ചിട്ടായിരിക്കണം അവർക്ക് ഈ അവകാശം നൽകപ്പെടേണ്ടത്. ഇത് ഖുർആനിൻ നസ്സാണ്. മാത്രമല്ല ഇതിൽ ഇജ്മാഉം ഉണ്ട്. ഇജ്മാഇന്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ചോദ്യം വന്നാൽ ഇതാ ഉദാഹരണം. എന്ത്? സ്വത്ത് വസിയ്യത്തിൻ്റെയും ദൈനിൻ്റെയും കടത്തിനെയും കഴിച്ചിട്ടാണ് നൽകപ്പെടേണ്ടത്. അതുപോലെ തന്നെ വേറെ ഇജ്മാഇന്റെ വിഷയം, അതായത് കടബാധ്യതക്കാണ് വസിയ്യത്തിനേക്കാൾ മുൻഗണനയുള്ളത് എന്നൊരു മസല. അതിനെന്താണ് തെളിവ്? ഇജ്മാ അതിനു
ഉണ്ട്. ആ ഇജ്മാ പറഞ്ഞത് തഫ്സീർ പണ്ഡിതന്മാരെല്ലാവരും ഇജ്മാ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട വേറൊരു ഭാഗമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ. അൽഹംദുലില്ലാ നമുക്ക് മനസ്സിലായി. ഇനി മരിച്ച ആളുടെ സഹോദരന്മാരുടെ അവകാശമാണ് ഇനി പ്രതിപാദിക്കപ്പെടുന്നത്. وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس. കലാലത്തായി ഒരാൾക്ക് സ്വത്ത് ബാക്കി ഉണ്ടെങ്കിൽ, വിട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് സഹോദരനോ സഹോദരിയുമുണ്ട്. കലാലത്തായ അവസ്ഥ എന്ന് പറയുമ്പോൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. മരിച്ച ആൾക്ക് പിതാക്കന്മാരുമില്ല, അതുപോലെ തന്നെ മക്കളുമില്ല, സന്താനവുമില്ല. പിതാവ് സന്താനമില്ലാത്ത ഒരു മനുഷ്യന്റെ സ്വത്തോഹരി സംബന്ധിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ട്. ഫലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്. മക്കളും പിതാവും ഇല്ലാത്ത ഒരാളുടെ സ്വത്ത്, അതിൻ്റെ അവകാശം ആർക്കാണ്? അവരുടെ സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ അവർക്കാണ്. അവരിൽ ഓരോരുത്തർക്കും സ്വത്തിൻ്റെ 1/6 അവകാശം. ഇവിടെ എല്ലാ സഹോദരന്മാരെയും ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, ഒരു പ്രത്യേക ഇനത്തിൽപ്പെടുന്ന സഹോദരന്മാരെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഫഇൻ കാനു അക്സറ മിൻ ദാലിക്. ഇതിൽ ഒരു സഹോദരൻ സഹോദരിയാണെങ്കിൽ അവർക്ക് എന്താണ്? സ്വത്തിന്റെ 1/6. ഇനി കൂടുതലാണെങ്കിലോ? കുറെ സഹോദരന്മാരും സഹോദരിമാരും ഈ മരിച്ച ആൾക്കുണ്ട്. അങ്ങനെയാവുമ്പോൾ ഖുർആൻ പറയുന്നു ഫഇൻ കാനു അക്സറ മിൻ ദാലിക, അവർ അധികം പേരുണ്ടെങ്കിൽ ഫഹും ശുറകാഉ ഫിത്തുലുസ്, അവർ സ്വത്തിന്റെ 1/3 അവർ ശരീക്കന്മാരാകുന്നു, പങ്കു ചേരുന്നു. മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈനിൻ ഗൈറ മുദാർ വസിയ്യത്തൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹലീം. അപ്പോൾ ഈ ആയത്തുകളുടെ, ഈ ആയത്തിന്റെ, ഇത് 12ാമത്തെ ദീർഘമായ ആയത്തിന്റെ ഒരു സംക്ഷിപ്ത തഫ്സീറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്നാണ് വായിക്കാൻ പോകുന്നത്. യഖൂലു തആല വലക്കും അയ്യുഹർ റിജാലു നിസ്ഫു മാ തറക അസ്വാജുകും ഇദാ മുത്ന അൻ ഗൈരി വലദ് വലക്കും അയ്യുഹർ റിജാലു, നിങ്ങൾക്ക് പുരുഷന്മാരെ, നിസ്ഫു മാ തറക അസ്വാജിക്കും, നിങ്ങളുടെ ഭാര്യമാർ വിട്ടുവെച്ച് പോയ സ്വത്തിന്റെ പകുതി അവകാശം നിങ്ങൾക്ക് പുരുഷന്മാർക്കുണ്ട്. ഇദാ മുത്ന അൻ ഗൈരി വലദ്, മക്കളില്ലാതെ സന്താനമില്ലാതെ ഭാര്യമാർ മരിച്ചു പോയാൽ. മുത്ന ആണുങ്ങൾ എന്താ പറയാ? മാതു. മാതു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മരണപ്പെട്ടു. സ്ത്രീകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറയാ അറബിയിൽ മുത്ന. അൻ ഗൈരി വലദ്, മൗത്ത് എന്ന വാക്കിൽ നിന്നാണ് ഈ സംഗതി വന്നത്. ഫഇൻ കാന ലഹുന്ന വലദുൻ, ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ ഫലക്കും റുബഉ മിമ്മാ തറക്ന, നിങ്ങൾക്ക് എത്രയാണ് അവകാശം? ഭാര്യമാർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 4/1 അവകാശം. മിൻ ബഅദിൽ വസിയ്യതി അവിദ്ദൈൻ, വസിയ്യത്തിനും കടത്തിനും ശേഷമാണ്, വസിയ്യത്തും കടവും കഴിച്ചിട്ടാണ് ഈ അവകാശം പറഞ്ഞത്. വഖദ് തഖദ്ദമ, മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇബ്നു കസീർ പറയാണ് വഖദ് തഖദ്ദമ, നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചൊരു കാര്യമാകുന്നു. അന്നദ്ദൈന മുഖദ്ദമുൻ അലൽ വസിയ്യ, ദൈൻ എന്ന പദം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നിനെ മായ്ച്ചു കളയണം. വഖദ് തഖദ്ദമ, നേരത്തെ പറഞ്ഞൊരു കാര്യമാകുന്നു. അന്നദ്ദൈന മുഖദ്ദമുൻ അലൽ വസിയ്യ, വസിയ്യത്തിനേക്കാൾ കടബാധ്യതക്ക് മുൻഗണനയുണ്ട് എന്ന വസ്തുത നേരത്തെ സൂചിപ്പിച്ച കാര്യമാകുന്നു. വബഅദഹുൽ വസിയ്യതു, അതിനുശേഷമാകുന്നു വസിയ്യത്ത് ചെയ്യേണ്ടത്, വസിയ്യത്ത് നടപ്പിലാക്കേണ്ടത്. സുമ്മൽ മീറാസു, അതിനും ശേഷമാണ് മീറാസ്, സ്വത്തോഹരി ചെയ്യേണ്ടത് എന്ന് ഇബ്നു കസീർ പറയുന്നു. മാത്രമല്ല വഹാദാ അംറുൻ മുജ്മഉൻ അലൈഹി ബൈനൽ ഉലമാ, എന്താ അർത്ഥം?
പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒറ്റ അഭിപ്രായമാണ്. ഇജ്മാ പ്രകാരം പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയമാകുന്നു ഇത്. വഹുക്മു ഔലാദിൽ ബനീൻ വഇൻ സഫലു ഹുക്മു ഔലാദിസ് സുൽബ്. അതായത് ആൺകുട്ടികളുടെ മക്കളുടെ വിധിയും സ്വന്തം മക്കളുടെ വിധിയാണ്. അതായത് ഇപ്പൊ സ്വന്തം മക്കളില്ലാന്ന് വിചാരിക്കാം. ഒരാൾ മരിച്ചു. അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് മകളുടെ മകൻ ഔലാദുൽ ബനീൻ, ആൺകുട്ടിയുടെ മകന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, മകൻ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മകൻ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് മകന്റെ മകന് അവകാശം കൊടുക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് ഇബ്നു കസീർ പറയുന്നത് വഹുക്മു ഔലാദിൽ ബനീൻ, ആൺമക്കളുടെ സന്താനം അവരുടെ വിധി സ്വന്തം മക്കളുടെ വിധി തന്നെയാണെന്ന്. അപ്പൊ മകനില്ല, മകൻ മരിച്ചുപോയി. അങ്ങനെ ആകുമ്പോൾ മകന്റെ മകനാണ് അതിൻ്റെ അവകാശം. അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. വൈൻ സഫുലു, എത്ര താഴോട്ട് പോയാലും, ഇനി മകന്റെ മകനും ഇല്ല, എല്ലാവരും മരിച്ചുപോയി, പേരക്കുട്ടിയുണ്ട്, അപ്പോഴും എത്ര താഴെ പോയാലും ആൺമക്കളുടെ മക്കളാണോ സന്താനമാണോ അവർക്ക് എത്ര താഴോട്ട് പോയാലും അതിൻ്റെ അവകാശമുണ്ട്. പക്ഷേ എന്താ നിബന്ധന? മക്കൾ ഉണ്ടാകാൻ പാടില്ല. ثم قال ولهن الربع مما تركتم. വലഹുന്ന പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക്, ആരാണ് അവർ? ഭാര്യമാർക്ക്. അർറുബുഉ മിമ്മാ തറക്തും, നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 4/1 അവകാശമുണ്ട്. ഇല ആഖിരി, അതായത് ഈ വചനത്തിന്റെ അവസാനം വരെ. അതിന്റെ വിശദീകരണമാണ് നമ്മൾ ഫുട്നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വിട്ടേച്ചു പോയതിന്റെ 4/1 അവർക്കുള്ളത്. 4/1 അവർക്കുള്ളത് ഭാര്യമാർക്ക്. നിങ്ങൾക്ക് സന്താനമുണ്ടെങ്കിൽ ഭാര്യമാർക്ക് 8/1. അത് കൃത്യമായ അതിന്റെ പൂർത്തീകരണം ഫുട്നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ ചോദ്യം വരികയാണ്. അപ്പം ഭാര്യക്ക് എന്തുണ്ട്? നിങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 4/1 മക്കളില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഭാര്യമാരാണെങ്കിലോ എന്താ ചെയ്യേണ്ടത്? 3 ഭാര്യമാരാണെങ്കിലോ 4 ഭാര്യമാരാണെങ്കിലോ? അവിടെ എനിക്ക് പറയുന്നത് أو الثمن الزوجة والزوجتان الاثنتان والثلاث والأربع يشتركن فيه. സമമാണ്. അതായത് ഒരു ഭാര്യയോ 2 ഭാര്യയോ 3 or 4 ഭാര്യമാരുണ്ടെങ്കിലും എല്ലാവരും ഈ കണക്കിൽ, ഏത് കണക്കിൽ? 4/1 8/1 ഈ 2 കണക്കിന് പറഞ്ഞല്ലോ ഭാര്യമാർക്ക്. അതിലവർ സമമായി തുല്യാവകാശികളായിക്കൊണ്ട് തന്നെ അവർ പങ്കുചേരുന്നു. യശ്തരിക്ന ഫീഹി, അവര് ശുറക്കാവുകളാകുന്നു. വഖൗലുഹു തആല വഇൻ കാന റജുലുൻ യൂറസു കലാലതൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പുരുഷനോ സ്ത്രീയോ കലാലത്തായി അനന്തരം എടുക്കപ്പെട്ടാൽ. എന്താ കലാലത്ത് എന്ന് വെച്ചാല്? ഇവിടെ പറഞ്ഞു പിതാവും മക്കളുമില്ലാത്ത മരിച്ച ആൾക്കാണ് കലാലത്ത് എന്ന് പറയുക. അതുകൊണ്ടാണ് തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നു മല്ല വാലിദ ലഹു വലാ വലദ്. എന്താ കലാലത്ത് വെച്ചാല്? വലതും വാലിദും, സന്താനവും പിതാവും ഇല്ലാത്ത മയ്യിത്ത്, മരിച്ച ആൾ, അയാളാകുന്നു കലാലത്ത്. അങ്ങനെ കലാലത്തായി അനന്തരം എടുക്കപ്പെടുന്ന സ്വത്തിന്റെ രീതി എങ്ങനെയാണ്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഖുർആനിൽ പറയുന്നത് അയാൾക്ക് മാതാവൊത്ത ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും 6/1 ലഭിക്കുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ വായിച്ച ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. വൈൻ കാന റജുലുൻ യൂറസു കലാലതൻ, കലാലത്തായി ഒരാളുടെ സ്വത്ത് അനന്തരം എടുക്കപ്പെട്ടാൽ, അവ ഇമ്രാത്തുൻ, ഇനി പുരുഷന് വേണ്ട സ്ത്രീയാണെങ്കിലും,
വലഹു അഖുൻ ഔ ഉഖ്തുൻ, കലാലത്തായി അനന്തരം എടുക്കപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ എന്താണ് കലാലത്തിന്റെ അർത്ഥം? സന്താനവും പിതാവുമില്ലാത്ത ഒരാളുടെ സ്വത്ത്, അതിനാണ് കലാലത്ത് എന്ന് പറയുക. എന്നാൽ ഈ മരിച്ച ആൾക്ക് എന്തുണ്ട്? ആരുണ്ട്? സഹോദരനോ സഹോദരിയോ ഉണ്ട്. അപ്പോൾ മരിച്ച ആൾക്ക് സഹോദരി ഉണ്ടെന്ന് വെക്കുക, സഹോദരൻ ഉണ്ടെന്ന് വെക്കുക. എത്രയാണ് അവകാശം? ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്. അവർക്ക് എത്ര അവകാശം? 6/1. ഇവിടെ ഏത് നിലക്കുള്ള സഹോദരൻ സഹോദരി ഉദ്ദേശിക്കുന്നത്? അതായത് ഉമ്മ മുഖേനയുള്ള സഹോദരനാണോ, ഉമ്മയും വാപ്പയും ഷഖീഖായ സഹോദരനാണോ, അല്ലെ വാപ്പാക്കുള്ള സഹോദരനാണോ? പണ്ഡിതന്മാർ പറയുന്നു അൽ മുറാദു വലതുൽ ഉമ്മി, അതായത് ഉമ്മ മാതാവത്ത ഉമ്മ മുഖേനയുള്ള സഹോദരന്മാരെ സംബന്ധിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഖുർആനും സുന്നത്തും ഒരുമിച്ച് വായിക്കണം. മാത്രമല്ല ഫഹ്മുസ് സലഫ്, ആരും വേണം ഖുർആന് സുന്നത്ത് സലഫു സാലിഹീങ്ങളുടെ ഫഹം അനുസരിച്ച് മനസ്സിലാക്കണം എന്ന് നമ്മളെപ്പോഴും എടുത്തു പറയാറുണ്ട്. എന്താ കാരണം? ഖുർആന് സുന്നത്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സുന്നത്ത് മനസ്സിലാക്കണം എന്ത് വേണം? പൂർവികരായ അസ്ഹാബുൽ ഖുറൂനിൽ അസ്സലാത്ത് അൽ മുഫദ്ദല, 3 തലമുറ സഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങളുടെ ഫഹം അനുസരിച്ചും ഖുർആൻ മനസ്സിലാക്കണം. എങ്കിൽ നമുക്ക് അബദ്ധം സംഭവിക്കുകയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, വ്യക്തമായ ഉദാഹരണമാണ് ഈ ആയത്ത്. എന്താണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നത്? അൽ കലാലത്തു മുഷ്തഖത്തു മിനൽ ഇക്ലീൽ. ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മസല മനസ്സിലായല്ലോ. അതായത് ഒരാൾ മരിച്ചു, അയാൾക്ക് പിതാവിൽ സന്താനമില്ല, അയാൾക്ക് സഹോദരനോ സഹോദരിയും ഉണ്ട്. അപ്പോൾ ഈ സഹോദരനോ സഹോദരിക്കോ എത്ര അവകാശം? സ്വത്തിന്റെ 6/1. ഇനി അധികം പേരുണ്ടെങ്കിലോ അവർക്ക് സ്വത്തിന്റെ 3/1. പഠിക്കും ഇൻഷാ അല്ലാഹ്. അൽ കലാലത്തു, ഈ കലാലത്ത് വാക്ക് എവിടുന്ന് കിട്ടിയതാണ് ചോദ്യം വരും അല്ലേ? കലാലത്തിന് അർത്ഥം മനസ്സിലായല്ലോ, സന്താനവും പിതാവും ഇല്ലാത്ത ഒരാൾ. ഇത് എങ്ങനെ വന്നത്? അൽ കലാലത്തു മുഷ്തഖത്തു മിനൽ ഇക്ലീൽ. ഇക്ലീൽ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഇത് ഇക്ലീൽ എന്ന് പറഞ്ഞാൽ കിരീടം. അപ്പോൾ കിരീടം എന്ന് പറഞ്ഞാൽ ഒരാൾ കിരീടം വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തലയുടെ എല്ലാ ഭാഗത്തെയും അത് വലയം ചെയ്യുന്നു അല്ലേ? അതാണ് ഇബ്നു കസീർ പറയുന്നത് വഹുവല്ലദീ യുഹീതു ബിർറഅസി മിൻ ജവാനിബിഹി. ഇതിന്റെ എല്ലാ വശങ്ങളെയും ഭാഗങ്ങളെയും അത് കവർ ചെയ്യുന്നു. വൽ മുറാദു ഹുനാ മൻ യരിസുഹു മിൻ ഹവാശിഹി ലാ ഉസൂലുഹു വലാ ഫുറൂഉഹു. ഇവിടെ കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വത്താവകാശികളായ അഥവാ പിതാവും ഫുറൂഉമല്ലാത്ത, എന്താ ഉസൂൽ എന്ന് പറഞ്ഞാൽ? ഉസൂൽ എന്ന് വെച്ചാൽ പിതാക്കന്മാർ, ഫുറൂഉ എന്ന് വെച്ചാൽ സന്താനങ്ങൾ. ശരിക്ക് അസ്ലിന്റെ ബഹുവചനമാണ് ഉസൂൽ. ഉസൂൽ ശരിക്കും അർത്ഥം എന്താണ്? അടിത്തറ. ഒരാളുടെ അടിത്തറ എന്താണ്? ഒരാൾ ജനിക്കണമെങ്കിൽ ആര് വേണം? പിതാവ് വേണം. അതാണ് അസ്ല്. ഇനി മകൻ എന്താണ്? ഫറാണ്, ശാഖയാണ്. കാരണം വാപ്പ മുഖേനയാണ് ആരുണ്ടാവുന്നത്? മകനുണ്ടാവും, മക്കളുണ്ടാവുന്നത്. അതുകൊണ്ട് ഫുറൂഉ എന്ന് പറയാം. അപ്പം ഉസൂലും ഫുറൂഉം പിതാക്കന്മാരും സന്താനങ്ങളും അല്ലാത്ത ഹവാശികളാകുന്നു, കുടുംബങ്ങളാകുന്നു കലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് കലാലത്തിന്റെ ഉദ്ദേശം. അതിനാണ് ഖുർആൻ പറയുന്നത് വലഹു അഖുൻ ഔ ഉഖ്തുൻ. അഖോ ഉഖ്തോ ഉണ്ടെങ്കിൽ. ആര് മുഖേനയുള്ള അഖോ ഉഖ്തോ? ഉമ്മ മുഖേനയുള്ള മാതാവൊത്ത സഹോദരനെയും സഹോദരിയെയും പറ്റിയാണ് ഇവിടെ ആയത്തിൽ പറയുന്നത്. കമാ റവ ശഅബിയു അൻ അബീ ബക്ർ അസ്-സിദ്ദീഖ് അന്നഹു സുഇല അനിൽ കലാല. ഇമാം ശഅബി റഹ്മഹുല്ലാഹ്, ഇമാം ശഅബി അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. ആമിർ ഇബ്നു ശറാഹീൽ
അശ്ശഅബി ഹിജ്റ 100 ശേഷം അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാനൊരു കടലാസിൽ എഴുതിയിട്ടില്ല. അതായത് കടലാസിൽ എഴുതാതെ ഗുരുക്കന്മാരിൽ നിന്ന്, സഹാബത്തുകളായ ഗുരുക്കന്മാരിൽ നിന്ന് ഹദീസും ഖുർആനും നിയമങ്ങളും ശരിക്കും കേട്ട് പഠിച്ച് പണ്ഡിതനായ ഒരു വ്യക്തിത്വമാണ് ഇമാം ഷഅബി. കാരണം ആ കാലഘട്ടത്തിൽ എഴുത്തിലൂടെ പഠന രീതി വളരെ കുറവായിരുന്നു. അതിൻ്റെ മാധ്യമങ്ങളെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മുസ്ഹഫ് നോക്കിയിട്ടാണ് അല്ലേ ഒരു സംഗതി, ഒരു എഴുത്തിലൂടെ നമ്മൾ ഖുർആൻ വായിക്കുന്നു, മനഃപ്പാഠമാക്കുന്നു. സഹാബത്തിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഹാബത്തുകൾ ഖുർആൻ പഠിച്ചതും ഹദീസ് പഠിച്ചതും കേട്ട് പഠിച്ചിട്ടാണ്. എന്നാൽ എഴുത്തില്ല എന്നല്ല, പക്ഷെ അവരുടെ ആശ്രയം ഏതിനെയായിരുന്നു? കേൾവിയായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇമാം ഷഅബി റഹ്മഹുല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹു സുഇല അനിൽ കലാല. സുഇല എന്ന് വെച്ചാൽ അർത്ഥം ചോദിക്കപ്പെട്ടു. അന്നഹു സുഇല അനിൽ കലാല, കലാലത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അഖൂലു ഫീഹാ ബിറഅയി ഫഇൻ യകുൻ സവാബൻ ഫമിൻ അല്ലാഹ്. ഇവിടെ കലാലത്തിനെ കുറിച്ച് തഫ്സീർ ചോദിക്കപ്പെട്ടു. എന്താണ് കലാലത്തിന്റെ വ്യാഖ്യാനം? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം അനുസരിച്ച് പറയാണ്. കാരണം കലാലത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നസ്സ് ഹദീസിൽ വന്നിട്ടില്ല. അപ്പോഴാണ് സലഫു സാലിഹീങ്ങളുടെ തഫ്സീർ നമുക്ക് ആവശ്യമാകുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, എന്താണ് കലാലത്തിന്റെ തഫ്സീർ? അവിടുന്ന് പറഞ്ഞു, ഞാനൊരു അഭിപ്രായം പറയാണ്, ശരിയാണെങ്കിൽ അത് അള്ളാഹുവിങ്കൽ നിന്നാണ്. ഫഇൻ യകുൻ സവാബൻ ഫമിൻ അല്ലാഹ് വഇൻ യകുൻ ഖതഅൻ ഫമിന്നി വമിന അശ്ശൈത്താൻ. ഞാൻ പറഞ്ഞ അഭിപ്രായം തെറ്റാണെങ്കിൽ, വഇൻ യകുൻ ഖതഅൻ തെറ്റാണെങ്കിൽ, ഫമിന്നി അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമാകുന്നു. ഈ അർത്ഥം ക്ലിയർ ആയതുകൊണ്ടാണ് താഴെ കൊടുക്കാഞ്ഞത്. വല്ലാഹു വറസൂലുഹു ബരീഅനി മിൻഹു. ഞാൻ പറഞ്ഞ അഭിപ്രായം അബദ്ധമാണെങ്കിൽ, തെറ്റാണെങ്കിൽ അതിൽ അള്ളാഹുവും റസൂലും യാതൊരു ഉത്തരവാദിത്വവും ബാധ്യതയും ഇല്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അൽ കലാലതു മൻ ലാ വലദ ലഹു വലാ വാലിദ്. വലദും വാലിദും, വലദ് പറഞ്ഞാൽ സന്താനം, വാലിദ് പറഞ്ഞാൽ പിതാവ്. സന്താനവും പിതാവും ഇല്ലാത്ത സ്വത്തിനാണ് കലാലത്ത് എന്ന് പറയുക. ഫലമ്മ വലിയ ഉമറു ഖാൽ ഇന്നി ലഅസ്തഹി അൻ ഉഖാലിഫ അബാ ബക്രിൻ ഫീ റഅയിൻ റആഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച അഭിപ്രായത്തെ എതിർക്കുവാൻ ഞാൻ നാണിക്കുന്നു, ലജ്ജിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം പറഞ്ഞു. റവാഹു ഇബ്നു ജരീർ വഗൈറുഹു, ഇബ്നു ജരീറും അല്ലാത്തവരും ഇത് റിപ്പോർട്ട് ചെയ്തു. പറഞ്ഞു വരുന്നത് ഇതാകുന്നു കലാലത്തിന്റെ ഉദ്ദേശം. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്തുക. സഹോദരൻ സഹോദരിമാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉമ്മ മുഖേനയുള്ള സഹോദരനെയും സഹോദരിമാരെയും സംബന്ധിച്ചാണ് പറഞ്ഞത്, നമ്മൾ മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം എഴുതുകയാണ്. രണ്ട് സഹോദരന്മാർ അല്ലെങ്കിൽ രണ്ട് സഹോദരികൾ. രണ്ടാമത്തെ ആള് പിതൃവ്യൻ. ഇങ്ങനെയാകുമ്പോൾ സ്വത്തിനെ എങ്ങനെയാണ് നമ്മൾ ഭാഗിക്കേണ്ടത്? രണ്ട് സഹോദരന്മാരും, അതായത് ഉമ്മ മുഖേനയുള്ള മാതാവ് മുഖേനയുള്ള രണ്ട് സഹോദരന്മാർ. രണ്ടാമത്തെ ആളാരാണ്? പിതൃവ്യൻ. അറബിയിൽ പറയും അമ്മ എന്ന് പറയും. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഭാഗിക്കേണ്ടത്? ഖുർആനിന്റെ വെളിച്ചത്തിൽ
ആരാ പറയാ? അതെ, അതായത് സഹോദരന്മാർക്ക് എത്ര കൊടുക്കേണ്ടത്? സ്വത്തിന്റെ 1/3. എന്താണ് തെളിവ്? അതെ, അല്ല, ഈ 1/3 പറഞ്ഞല്ലേ നമ്മള്. ഇതാ, സഹോദരന്മാർക്ക് 1/3. പിതൃവ്യനോ ബാക്കി. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് തെളിവ്? ജമീൽ മൗലവി പറപ്പൂർ പറഞ്ഞോളി. ആ, അതെ, ഇപ്പൊ പറഞ്ഞ തെളിവ് മനസ്സിലായല്ലോ. നമ്മൾ ഇപ്പോൾ നേരത്തെ വായിച്ച ഇന്നത്തെ നോട്ടിൽ തുടക്കത്തിൽ കൊടുത്ത ആയത്തുണ്ടല്ലോ, അത് ശ്രദ്ധിക്കും നിങ്ങൾ. ഫഇൻ കാനു അക്സറ മിൻ ദാലിക, കലാലത്തായി അവശേഷിക്കുന്ന സ്വത്തിന്റെ ഓഹരി ചെയ്യൽ എങ്ങനെയാണ്? ഒരു സഹോദരനും സഹോദരിയുമാണെങ്കിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ 1/6. അധികം പേരുണ്ടെങ്കിലോ ഫഹും ശുറകാഉ ഫിസ്സുലുസ്. വഇൻ കാനു അക്സറ മിൻ ദാലിക ഫഹും ശുറകാഉ ഫിസ്സുലുസ്. അവർ കൂടുതൽ പേരുണ്ടെങ്കിൽ, അതായത് 1 കൂടുതലുണ്ടെങ്കിൽ അവർ സ്വത്തിന്റെ 3 അവകാശികളാകുന്നു. ഇനി ബാക്കിയോ പിതൃവ്യൻ. ഫമാ ബഖിയ ഫലി ഔലാ ദകരിൻ. ബാക്കിയുള്ള സ്വത്ത് ഏറ്റവും അടുത്ത പുരുഷനാണ്, ആണിനാണ് പോകേണ്ടത് എന്ന് സഹീഹായ ഹദീസിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടു. ഇതിനാണ് തഅസീബ് എന്ന് പറയുക. അപ്പോൾ മനസ്സിലായല്ലോ? ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ഖുർആൻ ഇതിന്റെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു രീതിയിൽ ഒരു പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളുടെയും പേര് എഴുതുക. അതായത് ഇപ്പം സഹോദരൻ, സഹോദരി, വാപ്പ, ഉമ്മ, അതുപോലെ തന്നെ മകൻ, മകൾ, 1 കൂടുതലുള്ള പെൺമക്കൾ, ഓരോ വ്യക്തികളുടെയും അവകാശം എഴുതുക. തൊട്ട് താഴെ എന്ത് എഴുതണം? തെളിവും എഴുതണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന അറിവ് എന്താണ്? അത് മൊത്തത്തിൽ അധ്യാപകരിൽ നിന്ന് അറിവ് കിട്ടും തീർച്ചയായും. പക്ഷേ ഹോംവർക്ക് ഇല്ലെങ്കിലോ, വീട്ടിൽ പോയി നമ്മൾ സ്വന്തം പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിട്ടുപോകും, പ്രത്യേകിച്ച് അനന്തരാവകാശം. ഇനി രണ്ടാമത്തെ മസാല, ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഏകദേശം തന്നെയാണ്. ഇവിടെ 2 സഹോദരന്മാർ പറഞ്ഞു അല്ലേ? ഇനി 2 സഹോദരികൾ. ഇവിടെ ഏറ്റവും അടുത്ത ഒരു പുരുഷനെ പറയാം. ഉദാഹരണം, പിതൃവ്യനോ അല്ലെങ്കിൽ ഇങ്ങനെയാകുമ്പോഴും നേരെ സൂചിപ്പിച്ച ബാധിക്കൽ തന്നെയാണ് ഉള്ളത്. എന്താണ്? 2 സഹോദരികൾക്ക് എത്രയാണ്? 10ന്റെ 3/1 ബാക്കി പിതൃവ്യൻ. ശരി, ഇനി ഏറ്റവും അടുത്ത പുരുഷൻ എന്ന് പറയുമ്പോൾ ഈ പിതൃവിന് പകരം മകനാണെങ്കിലോ? ചോദ്യം മനസ്സിലായോ? ഇവിടെ മകനാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണോ? എന്ത് അല്ല പറഞ്ഞത്? ഉത്തരം ശരിയാണ്. അതെ, മകൻ ആയാൽ ആർക്ക് അവകാശമില്ല? സഹി പറഞ്ഞ മാതാവ് മുഖേനയുള്ള മാതാവത്ത സഹോദരികൾക്കും സഹോദരന്മാർക്കും അവകാശമില്ല. എന്താണ് അതിന്റെ തെളിവ്? കലാലത്തിന് തഫ്സീറാണ് തെളിവ്. മനസ്സിലായില്ലേ? പല പണ്ഡിതന്മാരും അതിൽ ഇജ്മാഉം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ വായിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സുകളിലൂടെ. കലാലത്തിന്റെ അർത്ഥം സലഫുസ് സാലിഹീങ്ങൾ അവർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് സഹോദരന്മാർക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ എന്ത് പാടില്ല? പിതാവും സന്താനവും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ പിതൃവിന് പകരം
പിതാവാണെങ്കിലോ തന്നെയാണ് സംഗതി. അതായത് പിതാക്കന്മാർ സഹോദരന്മാരെ തടസ്സപ്പെടുത്തുന്നു. അതിന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ അനന്തരാവകാശ വിഷയത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്, തടസ്സം എന്നൊരു അധ്യായം. എന്താണത്? ബാബുൽ ഹജ്ബ്. ആരൊക്കെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. ഇതിലൊന്നും നമ്മൾ ഈ ക്ലാസ്സിൽ തുടക്കത്തിൽ പഠിച്ചു അല്ലേ? ആൺമക്കളുണ്ടെങ്കിൽ പിന്നെ പേരമക്കൾക്ക് എന്തില്ല? അവകാശമില്ല. അതുപോലെ സഹോദരന്മാർക്ക് അവകാശമില്ല. ആൺമക്കളുണ്ടെങ്കിൽ അഥവാ മക്കളുണ്ടെങ്കിൽ സഹോദരന്മാർക്ക്, ഈ പറഞ്ഞ സഹോദരന്മാർക്ക് അവകാശമില്ല. അതുപോലെ തന്നെ പിതാക്കന്മാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതാവ് മുഖേനയുള്ള സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവകാശം ഇല്ല. ഇനി വേറൊരു ഉദാഹരണം, വ്യത്യസ്തമായ ഒരു ഉദാഹരണം. ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് ഉമ്മ ഉണ്ട്, സഹോദരനുണ്ട്, പിതൃവ്യൻ. ഇങ്ങനെയാകുമ്പോൾ ശ്രദ്ധിക്കുക, ഉമ്മ, സഹോദരൻ, പിതൃവ്യൻ. ഉമ്മക്ക് എത്രയാണ്, സഹോദരൻ എത്രയാണ്, അതുപോലെ തന്നെ പിതൃവ്യന് എത്രയാണ്? ഉമ്മക്ക് എത്രയാണ്? പറഞ്ഞോളി. 6/1. ഉമ്മാക്ക് 6/1 പറയുന്നത്. എന്താ തെളിവ്? കഴിഞ്ഞ നോട്ട് നോക്കിക്കൊള്ളി. ഇവിടെ ഉത്തരം പറഞ്ഞത് ഉമ്മാക്ക് 6/1. ഉത്തരം ശരിയാണോ? ശരിയല്ലേ? എന്താണ് തെളിവ്? അതെ, ഇവിടെ പറഞ്ഞത് സഹോദരന്മാരുണ്ടെങ്കിൽ ഉമ്മാക്ക് എത്രയാണ്? 6/1. ഈ ആയത്ത് ശരിയാണോ? നമ്മൾ ഉദാഹരണങ്ങളിലൂടെ ആയത്തിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകുന്നു. ഇപ്പോൾ സംഗതി പിടി കിട്ടിയോ? ഉമ്മാക്ക് ഇപ്പൊ ഈ അവസ്ഥയിൽ എന്താണ് അവകാശം? നമ്മൾ ഖുർആൻ പഠിച്ചതാണ്, ഖുർആനിൽ പഠിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ. എത്രയാണ് അവകാശം? എന്താണ് തെളിവ്? ഇവിടെ പറഞ്ഞു 6/1 തെളിവ്. എന്താണ് അതിന്റെ? 6/1 അവകാശം. എന്താണ് തെളിവ്? മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ഉമ്മാക്ക് 6/1. ഇതിന്റെ ഉത്തരം ശരിയല്ല. എന്താ കാരണം? തെളിവ് എന്താ പറഞ്ഞത് ആയത്തിന്? സഹോദരന്മാർ ഉണ്ടെങ്കിൽ. ബഹുവചനമാണോ? ബഹുവചനമാണ്. ഒരു സഹോദരനല്ല പറഞ്ഞത്. ഇവിടെ മരിച്ച ആൾക്ക് എത്രയാണ്? ഒരൊറ്റ സഹോദരനേ ഉള്ളൂ. ഉമ്മ മുഖേന ഒരു സഹോദരൻ, ഒറ്റ സഹോദരൻ. അപ്പോൾ ആയത്ത് ശരിയാകും? ഈ ആയത്ത് ഈ വിഷയത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുകയില്ല. എന്താ കാരണം? സഹോദരന്മാർ ഇല്ല, ഒറ്റ സഹോദരനേ ഉള്ളൂ. അപ്പൊ എന്തിന് തെളിവ്? ഇതിന് തെളിവ് നമ്മൾ പഠിച്ച ആയത്ത് അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് ഭാഗം. മരിച്ച ആൾക്ക് സന്താനമില്ലെങ്കിൽ സ്വത്തിന്റെ അവകാശികളായി മാതാപിതാക്കൾ ആയിക്കഴിഞ്ഞാൽ ഉമ്മാക്ക് എത്രയാണ് അവകാശം? 3/1. അപ്പൊ ഉമ്മാക്ക് എത്രയാണ് അവകാശം? 3/1. മരിച്ച ആൾക്കിന്റെ നിബന്ധന, മരിച്ച ആൾക്ക് സന്താനമില്ലെങ്കിൽ ഉമ്മാക്ക് എത്ര അവകാശം? 3/1. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കല്. നമ്മൾക്ക് അബദ്ധം സംഭവിക്കും ഉത്തരത്തിൽ. പക്ഷെ ഒരു വട്ടം അബദ്ധം സംഭവിച്ചാൽ പിന്നീട് അത് തിരുത്തപ്പെടും. കാരണം അങ്ങനെയാണ് ഇതിന്റെ രീതി. ഇനി സഹോദരൻ എത്രയാണ് അവകാശം? ആരാ പറയാ? പറഞ്ഞോളി. പറയുമ്പോൾ തെളിവും വേണം കേട്ടോ. അതാണ് നിന്റെ ഒരു രീതിശാസ്ത്രം.
ചോദ്യം മനസ്സിലായല്ലോ? ഉമ്മാന്റെ തെളിവ് മനസ്സിലായില്ല? ഉമ്മാന്റെ സ്വത്തോഹരി മനസ്സിലായി. നമുക്ക് പെട്ടെന്ന് നിർത്താൻ പോവാണ്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ, വായിച്ചിട്ട് കാര്യമില്ല. ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി മനസ്സിൽ ഉറക്കമുള്ളൂ. മൈക്ക് എന്തോ പ്രശ്നമുണ്ട്. മൈക്ക് ഉപയോഗിക്കുന്നത് മേലെ സ്ത്രീകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആരാ പറയാം? ശരി, ഉത്തരം ഞാൻ പറയാം. സഹോദരന് എത്രയാണ് അവകാശം? 1/6. ഒരു സഹോദരന്റെ ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. ഉമ്മാക്കുള്ള സഹോദരൻ. ഇത് ഇടയ്ക്കിങ്ങനെ എടുക്കുന്നല്ലത്. ഇവിടെ സഹോദരന് എത്രയാണ്? ഉമ്മാക്കുള്ള സഹോദരൻ എത്രയാണ് അവകാശം? 1/6. എന്താണ് ഈ തെളിവ്? എന്താണ് എന്താണ്? അതെ അതെ. വൈൻ കാന റജുലുൻ യൂറസു കലാലതൻ ഔ ഇംറഅത്തുൻ, കലാലത്തായി ഒരാളുടെ അനന്തരം എടുക്കപ്പെട്ടാൽ, ഔ ഇംറഅത്തുൻ, അത് പുരുഷൻ മരിച്ചാലും സ്ത്രീ മരിച്ചാലും അയാളുടെ ആ വ്യക്തിയുടെ അനന്തരം എടുക്കപ്പെട്ടാൽ, വലഹു അഖുൻ ഔ ഉഖ്തുൻ, ഈ മരിച്ച ആൾക്ക്, മരിച്ച വ്യക്തിക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ, ഫലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും 1/6 അവകാശം. അതായത് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ടെങ്കിൽ. മനസ്സിലായി? വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്. ഇത് ഉമ്മാക്കുള്ള സഹോദരന്മാരെ കുറിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഇജ്മാ ആണ് തെളിവ്. മാത്രമല്ല വേറൊരു ഖിറാഅത്തിൽ, അത് ഷാദായ ഖിറാഅത്താണ്, പഠിക്കും. എന്താണ് ഷാദായ ഖിറാഅത്ത്? അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിട്ടുള്ളത് വലഹു അഖുൻ ഔ ഉഖ്തുൻ മിൻ ഉമ്മിൻ, ഉമ്മ മുഖേനയുള്ള അഖും ഉഖ്തും ആണെങ്കിൽ എന്നുള്ള ഖിറാഅത്തും ഉണ്ട്. അപ്പോൾ ഉമ്മാക്ക് 1/3. എന്താ കാരണം? മരിച്ചാൾക്ക് എന്തില്ല? സന്താനമില്ല. ശരി, കലാലത്തായതുകൊണ്ട് ഉമ്മാക്കുള്ള സഹോദരനും അല്ലെങ്കിൽ സഹോദരിക്കോ എന്തുണ്ട്? സ്വത്തിന്റെ 1/6. പിതൃവിന് എത്രയാണ് ബാക്കിയാണുള്ളത്. ശരി, അപ്പൊ ഇത് 6 ഓഹരിയാക്കി തിരിക്കാം. അപ്പൊ 6ന്റെ 3 എത്രയാണ്? 2. സഹോദരൻ എത്രയാണുള്ളത്? 1. ബാക്കി എത്രയാണ്? 3. അപ്പൊ ഇതിന്റെ കണക്ക് മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ ഈ 4 ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ എഴുതി നിർത്തുകയാണ്. കാരണം ഇനി ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നാം പഠിക്കും. ഏതായാലും ഈ കണക്കെല്ലാം നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ദീനിന്റെ ബലം, നമ്മുടെ ദീനിന്റെ ആധികാരികതയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. അൽഹംദുലില്ലാഹ് നമുക്ക് ഓരോ വിഷയത്തിലും നമ്മുടേതായ തെളിവുകളുണ്ട്, പ്രമാണമുണ്ട്. ഖുർആന്, സുന്നത്ത്, ഇത് മനുഷ്യന്മാർ നിർമ്മിച്ച, മനുഷ്യന്മാരുടെ ബുദ്ധി നിശ്ചയിച്ച, തീരുമാനിച്ച കണക്കോ രീതിശാസ്ത്രമോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് ജനങ്ങളുടെ നന്മക്ക് വേണ്ടി നിശ്ചയിച്ച കണക്കാണ്. അതുകൊണ്ടാണ് ഫരീദത്തൻ മിനല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിങ്കൽ നിർണിതമായ നിയമങ്ങളാകുന്നു, അതെല്ലാം നിങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് സൂറത്തുൻ നിസാഇന്റെ ഈ അനന്തരാവകാശ ആയത്തുകളുടെ അവസാന ഭാഗം നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള സദസ്സുകളിൽ നമുക്ക് ആവേശത്തോടെ ഇഖ്ലാസോടെ പങ്കെടുക്കുവാനും പഠിക്കുവാനും അല്ലാഹു സഹായിക്കട്ടെ. وآخر دعوانا الحمد لله رب العالمين وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. السلام عليكم.